ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ അവർ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ചിന്തിക്കുന്നുണ്ടോ ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ആ ഒരു വ്യക്തിയുടെ പേര്, അവരുടെ മുഖം ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Six of Swords, Five of Swords, Three of Swords, the Star Energy, Eight of Cups, Five of Wands, Two of Cups, the Empress, the Chariot, Seven of Swords, Page of Cups, Ace of Swords, Ten of Wands, Temperance, Eight of Wands, Seven of Pentacles, Nine of Cups, Knight of Swords ആണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് Ace of Cups ആണ്. ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പൊ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് എനർജി എന്ന് പറയുന്നത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇമോഷൻസ് ഭയങ്കര മെയിൻ ആണ്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഈഗോ ഭയങ്കര മെയിൻ ആണ്. അത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും കുറച്ച് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളാണെന്നുണ്ടെങ്കിലും അവരിങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിക്കായിരിക്കാം ചിലപ്പോൾ നിൽക്കുന്നത്. ഇവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെക്കാളും കൂടുതലായിട്ടായിരിക്കാം നിൽക്കുന്നത് ചിലവരുടെ കേസിൽ. മറ്റ് ചിലവരുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനമൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട്. ചീറ്റിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ഇമോഷൻസ് നിങ്ങൾ രണ്ടുപേരും പ്രകടിപ്പിക്കാത്തത്. നിങ്ങൾ ഈ ഒരു വ്യക്തി ഒരുപാട് വേദനിപ്പിച്ച് പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെതായ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ഇനി അവരായിട്ട് വരണമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി, നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നില്ല എന്നുള്ളത്. അപ്പൊ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളെ ഇട്ടിട്ട് പോയവരാണെന്നുണ്ടെങ്കിലും അവർക്കിപ്പോ ഓടിത്തളർന്ന് മടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ എങ്ങോട്ടാണോ പോയത്, നിങ്ങളെ വേണ്ടാന്നൊക്കെ പറഞ്ഞ് പോയത്, അവിടെ അവർക്ക് അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ടൈം ആയിട്ടല്ല കാണിക്കുന്നത്. അല്ലെങ്കിൽ അവരവിടെ ഒട്ടും ഓക്കെ അല്ല. അവർക്ക് അവിടെ നിന്നൊരു മാറ്റം അനിവാര്യമാണ്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അവരൊരു തിരിഞ്ഞുനോട്ടം ഇപ്പൊ നടത്തുന്നുണ്ട്. എവിടെ നിന്നാണോ അവർ ഓടിപ്പോയത് അതേ സ്ഥലത്തേക്ക് തന്നെ വളരെ പെട്ടെന്ന് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ഇവരിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്ന ഒരു സമയമാണിപ്പോ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലില്ല എന്നുള്ള രീതിക്കൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും കുറച്ചുകൂടെ റെസനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ നിൽക്കാനായിട്ട് നിങ്ങളുടേതായ റീസൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഇപ്പൊ വേദനിപ്പിച്ച വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സ്ട്രോങ് ഡിസിഷൻ തന്നെയാണ്. കാരണം ഒരുപാട് അങ്ങോട്ടേക്ക് ചേസ് ചെയ്ത് പോയിട്ടും അവരിൽ നിന്നും പ്രത്യേകിച്ച് യാതൊരു വിലയില്ലാതെ നിങ്ങളുടെ ആ ഒരു മനസ്സിനെ ഏൽക്കേണ്ടി വന്നിരിക്കുന്ന മുറിവ് കൊണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു ഡിസിഷനിൽ നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സന്റെ എനർജിയും അതുപോലെ തന്നെ അവരുടെ ഒരു ആഗ്രഹങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഴ്സ് ആണ്. അപ്പൊ എങ്ങനെ പോയവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ഇപ്പൊ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു
സ്ട്രഗിളിംഗ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇപ്പൊ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ശാശ്വത പരിഹാരം വേണം. ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ റിലേഷൻഷിപ്പ് ഒന്ന് മാറ്റിയെടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ അവർ നിൽക്കുന്നത്. കാരണം അവർക്ക് ഇതിങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടന്നിട്ടോ ഒന്നും അവർക്ക് പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കില്ല, കംപ്ലീറ്റ്ലി നിന്നുപോയ ഒരു ബന്ധമല്ല ഇത്. ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന വ്യക്തികള് ഇപ്പൊ എന്തായാലും ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് സ്വയമേ തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇനിയിപ്പോ ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എത്രയും വേഗം ഒരു മാറ്റം കൊണ്ടുവരിക, അല്ലാന്നുണ്ടെങ്കിൽ വൈകാരികപരമായിട്ട് നിങ്ങളുടെ ബന്ധത്തില് ഒരു ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ ഈ ഒരു പേഴ്സണെ പറ്റി പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഒരു യങ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കില്ല, ഇവർ കുറച്ചൊരു ഏജ്ഡ് ആയിട്ടുള്ള കാറ്റഗറി ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു യങ് ആയിരിക്കില്ല, അത്യാവശ്യം നല്ല മെച്യൂരിറ്റി വന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് തന്നെയാണ് ഇവര് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള തോട്ട് അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടന വരണം, അല്ലെങ്കിൽ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്ട്രക്ചർ വീണ്ടെടുക്കുക തന്നെ വേണം. നല്ല രീതിക്ക് ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അതിന് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ് എന്നുള്ളത് ഇവരിപ്പം മനസ്സിലാക്കുന്നുണ്ട്. ഇവരാണെന്നുണ്ടെങ്കിലും ഇതുവരെ ഇമോഷൻസ് പ്രകടിപ്പിച്ച് നിങ്ങളിലേക്ക് വരാൻ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർ അവരുടേതായ ഒരു ഈഗോ കീപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോയവരാണ്. നിങ്ങളാണെന്നുണ്ടെങ്കിലും ഒരുപാട് ചേസ് ചെയ്ത് പോയതുകൊണ്ട് നിങ്ങളുടേതായ ഒരു സ്ട്രോങ് ഡിസിഷനിൽ ഇരുന്നു. അപ്പൊ ഇവർ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഇനി അങ്ങോട്ട് വരുമോ എന്നുള്ളത് നോക്കാനായിട്ട്. എന്തായാലും ആ ഒരു കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ഇവർ ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് പ്രകടിപ്പിക്കാതെയൊക്കെ മുന്നോട്ടേക്ക് വന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ആ ഒരു ഓടിത്തളർച്ചയിൽ അവർ മനസ്സ് മടുത്തിട്ട് ഒരു തകർന്നു പോയിരിക്കുന്ന സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതുപോലെ അവർ എന്തൊക്കെയോ കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് അവർക്ക് അവരുടെ കൂടെ നിന്ന വ്യക്തികളിൽ നിന്നൊക്കെ വേദനകൾ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കുത്തി നോവിച്ചിരിക്കുന്നു, പുറകീന്ന് കുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആരും ലൈഫിൽ ഇല്ല, ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവർ നിങ്ങളെ കുറിച്ച് ഓർത്തിരിക്കുന്നതും അവർ ഇനിയും ആ ഒരു ഈഗോ വെച്ച് മുന്നോട്ടേക്ക് പോവാതെ അല്ലെങ്കിൽ അവരുടെ ലൈഫ് ആണെങ്കിലും നിങ്ങളുടെ ലൈഫ് ആണെന്നുണ്ടെങ്കിലും തകർത്ത് കളയാൻ ആഗ്രഹിക്കാതെ ആ ഒരു ഈഗോയും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് സ്വാർത്ഥതയോടുകൂടി, എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് സ്വാർത്ഥതയോടുകൂടി ചിന്തിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക. ഇതുവരെ അവർ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സ്വാർത്ഥത അല്ലെങ്കിൽ ചീറ്റിംഗ് എന്ന് പറയുന്നത് അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ഇപ്പോഴാണ് ആ ഒരു കാര്യത്തെ അവർ നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങൾ ചെയ്യുക. അതും വളരെ secretive ആയിട്ട്, എന്ന് വെച്ചാൽ എല്ലാവരോടും ഷെയർ ചെയ്ത് ചെയ്യുക എന്നുള്ളതല്ല, ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങളുമായിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളതാണ് ഇവരിപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കിട്ടുന്നത്. കാരണം റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടിട്ട് അവർ ഒരുപാട് ടയേർഡ് ആണ്. മാത്രമല്ല അവരുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഇഷ്യൂസും കാര്യങ്ങളും, ഇപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടോ ഒരുപാട് കാര്യങ്ങളിൽ അവരിപ്പോൾ വേദനകൾ അനുഭവിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് നിൽക്കുന്നത്. ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തികളായിരിക്കും. ഓവർ തിങ്കിങ് എന്ന് വെച്ചാൽ ചിന്തിച്ചു കൂട്ടുക, അനാവശ്യമായി ചിന്തിച്ചു കൂട്ടിയിട്ട് എല്ലാത്തിലേക്കും പോയി എടുത്തുചാട്ടം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനൊക്കെ ഒരു കൺട്രോൾ വേണം, അവരെ ഒന്ന് ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും വേണം. ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് പോയ സമയത്ത് ഇവർക്ക് ഒരു ഗൈഡ് ചെയ്തിട്ട് ഇവർക്ക് എല്ലാത്തിനും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ഈ ഒരു സമയത്ത് നിങ്ങളെ തന്നെ ഓർത്തിരിക്കുകയും ചെയ്യുന്നത്. okay, അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നത്, നിങ്ങളെ വീണ്ടെടുക്കണം എന്ന് ചിന്തിക്കുന്നത്. വൈകാരികപരമായ ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ബോണ്ടിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു ബോണ്ടിങ് വരണം എന്നാണ്. നിങ്ങൾ വെറുതെ അങ്ങോട്ട് ചെല്ലുക എന്നുള്ളതല്ല, ആദ്യം പരസ്പരം സംസാരിച്ചതിന് ശേഷം ഒരു ക്ലാരിറ്റി വരുത്തുക. ഇതൊരു ഫാസ്റ്റ് എനർജിയാണ് 8 of Wands എന്ന് പറയുമ്പോൾ. വളരെ പെട്ടെന്നൊരു യാത്ര, അതിപ്പോ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണാനായിട്ട് വരാൻ പോലും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അല്ല നിങ്ങൾ അടുത്തടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കാണുക, നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിക്കുക, വളരെ പെട്ടെന്ന് ഇതിനകത്തൊരു ക്ലാരിറ്റി കൊണ്ടുവരിക. വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്ന വ്യക്തികളാണ്. ആ ഒരു പഴയകാല ഓർമ്മകളിലേക്കൊക്കെ പോകുന്നുണ്ട്. പഴയകാല ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ അവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അവർ ആദ്യം പറയുന്നത് നിങ്ങളോടായിരിക്കും. പക്ഷെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അവർക്ക് അതൊരു വലിയ പോസിറ്റീവ് എനർജിയാണ് തരാറുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കരമായ ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു.
അതൊക്കെ അവർക്ക് ഇപ്പോൾ ഓർത്തെടുക്കുമ്പോഴേക്കും ഭയങ്കരമായ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ് ഫീൽ ഒക്കെ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിൽ അവർക്ക് ആ ഒരു ഇന്റിമസി കൂടി കൂടി വരുന്നു. അത് കൂടാൻ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഓർക്കുമ്പോൾ തന്നെയാണ്. അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് നിങ്ങളായിരുന്നു എന്നുള്ള തിരിച്ചറിവ് അവരിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇപ്പം മനസ്സ് നിറയെ സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ടെങ്കിൽ തല നിറയെ ചിന്തകളുമാണ്. രണ്ടും കൂടെ ആകപ്പാടെ മിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതെന്ന് പറയുന്നത് ഇതാണ്. ടെൻ ഓഫ് wands ആണ്. എല്ലാ രീതിക്കും ഇങ്ങനെ ഒരു ചുമടെടുത്ത് നടക്കുന്ന ഒരു സിറ്റുവേഷൻ. എന്ന് വെച്ചാൽ കഴുത ചുമടെടുക്കുന്നത് പോലെ ഈ ഒരു പേഴ്സൺ ഹൃദയത്തിൽ നിങ്ങളെ പിരിഞ്ഞു നിൽക്കുന്ന വേദന തലയിലാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇവർക്ക് തലയിൽ ഈ ഒരു ചിന്തകൾ വരാൻ കാരണം ഇവർ തീർച്ചയായിട്ടും ഇവരുടെ കരിയറോ അല്ലെങ്കിൽ ബിസിനസ്സോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ആ ഒരു കാര്യത്തിൽ തന്നെയാണ് ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് കൂടെ അത്രയും വിശ്വസിച്ചിരുന്ന വ്യക്തികളിൽ നിന്നൊക്കെ ഒരു കുത്ത് കിട്ടിയിരിക്കുന്നത്. കുത്ത് കിട്ടുക എന്ന് പറയുമ്പോഴേക്കും തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ട് അതോടൊപ്പം നിങ്ങളുടെ ഓർമ്മകളും വന്നിട്ട് അപ്പൊ ഹൃദയമാണെന്നുണ്ടെങ്കിലും തലയാണെന്നുണ്ടെങ്കിലും മൊത്തത്തില് എനർജി ലോ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു എനർജി ലോ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു വിഴുപ്പ് ഭാണ്ഡം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ദുഃഖഭാരം എത്രയും വേഗം ഇറക്കി വെക്കണം. ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം, ഒരു പുതിയ തുടക്കം വേണം. ഇനിയും ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങും എത്തില്ല. അതിനുവേണ്ടി യൂണിവേഴ്സുമായിട്ട് നന്നായിട്ട് കണക്ട് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു സന്തോഷവും സമൃദ്ധിയും അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു പരിസമാപ്തി നിങ്ങളുടെ ബന്ധത്തിൽ വളരെ പെട്ടെന്ന് കൊണ്ടുവരിക. അതോടൊപ്പം നഷ്ടപ്പെട്ടു പോയ ആ ഒരു നിങ്ങളുടെ ബന്ധത്തെ വീണ്ടും വളർത്തി കൊണ്ടുവരണം. നിങ്ങൾക്ക് ഇവരോട് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്ന വ്യക്തികളാണെന്നുള്ളതൊക്കെ ഇവർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഭാഗത്ത് നിന്നും ഇവർ അതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുകയോ നിങ്ങൾക്കായിട്ടുള്ള ഒരു സമയം കണ്ടെത്തുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടേതായ തന്നെ ഒരു സ്വാർത്ഥമായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളെ മാറ്റി നിർത്തിയവരാണ്. അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലവരെ സംബന്ധിച്ച് തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോൾ വ്യക്തികൾ തന്നെ ആവണമെന്നില്ല. ഇവർ അവരുടെ കരിയറിനോടൊക്കെ ഭയങ്കരമായിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളെ പോലും മൈൻഡ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് പോയ കാര്യത്തിൽ നിന്നൊക്കെയാണ് അപ്രതീക്ഷിത തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടിയിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ അവർ മനസ്സിലാക്കുന്നുണ്ട് എല്ലാത്തിനെയും അതിൻ്റെതായ രീതിക്ക് മിതമായി കാണണം. എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഒരെണ്ണം മാത്രം പോയിട്ട് കാര്യമില്ല. ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. അതിപ്പോ വൈകാരികപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കൊള്ളട്ടെ, ഇനി അല്ല അവരുടെ കരിയർ ആയിക്കൊള്ളട്ടെ, രണ്ടും ഒരുപോലെ തന്നെ ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് വേണം കൊണ്ടുപോകാനായിട്ട്. ഒരെണ്ണം മാത്രമായിട്ട് കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ മറു സൈഡ് മുങ്ങുന്നതിനോടൊപ്പം മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നത് മുങ്ങിപ്പോകും. രണ്ടും മുങ്ങിപ്പോകും. അപ്പൊ ആ ഒരു രീതിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള മനസ്സ് ഇപ്പൊ ഇവർക്ക് വന്നിട്ടുണ്ട്. ആ ഒരു തിരിച്ചറിവാണ് സമാധാനപരമായ അന്തരീക്ഷമാണ് ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളത് ചിന്തിക്കുന്നത്. ഓവർ ആയിട്ടുള്ളൊരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ എല്ലാം കൂടെ നിറഞ്ഞ് എല്ലാ രീതിക്കും 3 of swords ആണ്. ഒരു മനസ്സ് നീറി അല്ലെങ്കിൽ നെഞ്ചു പൊട്ടി കരയുന്ന ഒരു സിറ്റുവേഷൻ. അതൊന്നും ഷെയർ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ആരോടും പറയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ആരെയും ട്രസ്റ്റ് ഇല്ല, വിശ്വാസം ഇല്ല. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു മെയിൻ പ്രശ്നം അതും കൂടിയാണ്. ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ആ ഒരു കാര്യങ്ങളും വന്നിട്ട് പിന്നെ ഇമോഷൻസ് ഇവർ ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കില്ല. ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ഇപ്പൊ സ്നേഹം ആയിക്കൊള്ളട്ടെ എന്തോ ആയിക്കൊള്ളട്ടെ ഇവർ പെട്ടെന്ന് അത് എക്സ്പ്രസ് ചെയ്യില്ല. ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് സംസാരിക്കില്ല. ഇവരെല്ലാം ഇങ്ങനെ ഉള്ളിൽ വെച്ച് കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ഒരു പക്ഷേ ഇവര് നിങ്ങളോട് തുറന്നൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങളാണെങ്കിൽ അതിനു വേണ്ടി പലപ്പോഴും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇവരോടൊന്ന് തുറന്ന് സംസാരിക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ ഇവരുടെ ആ ഒരു രീതികൾ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഇങ്ങനെ പതുക്കെ സൈലന്റ് ആയിട്ട് ഒരു ഓൺ ആൻഡ് ഓഫോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്കോ ഒക്കെ പോയിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ അവരതിനൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യുക. അങ്ങോട്ട് തുറന്ന് എല്ലാ കാര്യങ്ങളും പറയുക. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളോട് സംസാരിക്കുക. എന്ന് വെച്ചാൽ ഒരു അടിച്ചുപൊളി ലൈഫിലേക്ക് ജീവിക്കുക. അങ്ങനെ ഒരു ഒതുങ്ങി ജീവിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരുടെ കരിയർ മാത്രമാണ് ജീവിതം, ആ ഒരു രീതിയിലൊന്നും അല്ല. എല്ലാം എക്സ്പ്രസ് ചെയ്യുക. നിങ്ങളോടുള്ള സ്നേഹമാണെന്നുണ്ടെങ്കിലും 2 of cups ആണ് വന്നിരിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് എനർജിയാണ്. അവരുടെ ഹൃദയത്തിലെ ആ ഒരു സ്നേഹം എല്ലാ രീതിയിലും നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് ഈ ഒരു ബന്ധത്തിന്റെ വളർച്ച വീണ്ടെടുക്കണം. ആ ഒരു വളർച്ച എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള കാലയളവിലേക്കല്ല, ലോങ് ടേം ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ്. നിങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ലവേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ഫാമിലി ആയിട്ട് പോകുന്നവരായിരിക്കാം. അപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആയിരിക്കാം നിങ്ങളോട് ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇമോഷണലി ഭയങ്കര വീക്ക് ആയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബന്ധം ഒന്ന് നല്ല രീതിക്ക് വളർത്തി കൊണ്ടുവരാനായിട്ട്. അപ്പൊ നിങ്ങൾ ഒരു സമയത്ത് ആഗ്രഹിച്ചിരുന്ന കാര്യം നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ കാത്തിരുന്ന ആ ഒരു നിമിഷം തന്നെയായിരിക്കും ഇത്.
അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ഇമോഷൻസ് പ്രകടിപ്പിക്കാതെ, ഞാൻ ഓൾറെഡി ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, രണ്ടുപേരും ഇമോഷൻസ് പ്രകടിപ്പിക്കാതെ നിൽക്കുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനം ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വഴി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ വളരെ റിസ്ക് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ വളരെ പാഷനേറ്റീവ് ആയിട്ട് എന്തൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഇതിലൊരു മാറ്റം കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അവരെവിടെയാണോ ഓടി നിന്ന് നിങ്ങൾ ഇട്ടിട്ട് പോയത് അതേ സ്ഥലത്തേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് വരാണ്. ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇനി അടുത്തടുത്തുള്ളവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെ ഫോണിലൂടെ സംസാരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഇവർ നിങ്ങളെ നേരിട്ട് കാണാനും സാധ്യതകൾ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ കമ്മ്യൂണിക്കേഷൻ കാർഡ് നമുക്ക് എന്തായാലും വന്നിട്ടുണ്ട്. ഇപ്പൊ ബ്ലോക്ക് ഒക്കെ ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ബ്ലോക്ക് ഒക്കെ മാറ്റിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം മാറ്റുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിലായിരിക്കാം. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് അതിന് സാധ്യതയുണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇവര് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ മാറ്റി വിളിക്കുന്നത് മാത്രമല്ല, നേരിട്ട് നിങ്ങളെ കണ്ട് സംസാരിക്കാനും ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് നേരിട്ട് കാണുക, അവരുടെ ഇമോഷൻസ് എല്ലാം നിങ്ങളിലേക്ക് ഇറക്കി വെക്കുക. വളരെ പ്രതീക്ഷയോട് കൂടിയാണ് അവർ ഈ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോപ്പ് ആണ് വന്നിരിക്കുന്നത്, സ്റ്റാർ എനർജി ആണ്. എല്ലാ രീതിക്കും ഇത് സക്സസ് ആകും, അല്ലെങ്കിൽ ഇതിനകത്ത് വളരെ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകും. ജീവിതത്തിൽ ഒരു വെളിച്ചം വേണം, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് ഒരു വെളിച്ചം വേണം. ഇതുവരെ ഒരു ഇരുളടഞ്ഞ രീതിയിലാണ് ഈ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നത്. അതിന് തന്റെ ഭാഗത്തും തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്തായാലും കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ടും കത്തിച്ചു കളഞ്ഞ് ചാമ്പലാക്കിയതിനു ശേഷം വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്ങിനായിട്ട് അവർ നിങ്ങളിലേക്കുള്ള യാത്ര വരാനായിട്ട് അല്ലെങ്കിൽ യാത്ര തിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനൊരു മാറ്റം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന പേഴ്സൺ ആണ് കേട്ടോ. അപ്പൊ ഇമോഷൻസ് പ്രകടിപ്പിക്കാതിരുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസ് പ്രകടിപ്പിക്കുക, അതും സംസാരിക്കുക, തുറന്ന സംസാരം. അവരവരുടെ ഹൃദയം നിങ്ങൾക്ക് മുമ്പിൽ കൊട്ടിയടച്ചൊക്കെ തന്നെയായിരിക്കും കുറച്ച് നാളുകളായിട്ട് പോയിരുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ചിലവരെ സംബന്ധിച്ച് ഇപ്പോഴും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഇപ്പൊ ചിലവരുടെ കേസിൽ മാത്രമാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ചീറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടാവുക. മറ്റു ചിലവരുടെ കാര്യത്തിൽ ഇവര് നിങ്ങളോട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാത്ത ഇവരുടെ ഈഗോ തന്നെയായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോ ആ ഒരു നഷ്ടപ്പെട്ട സന്തോഷവും സമൃദ്ധിയും ഒക്കെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് റിലേഷൻഷിപ്പ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. എല്ലാ രീതിക്കും വൈകാരികപരമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഘടന വരുത്തുക. മാനിഫെസ്റ്റേഷൻ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് നന്നാവാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ, ദൈവിക ശക്തിയിൽ നിങ്ങൾ അർപ്പിച്ച് മുന്നോട്ടേക്ക് പോകുന്ന നിങ്ങളുടെ പ്രാർത്ഥന ഇവിടെ സഫലീകരിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ലവേഴ്സ് എനർജി ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ഒരു പ്രണയം, ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഈ ഒരു സമയത്ത് തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു സമയം അവർ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ്, അവരെന്തെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ അവർ എന്താണ് ഇനി പറയാൻ പോകുന്നത്, ഇതൊന്ന് നോക്കാം. ഷാഡോ സൈഡ് ആണ് വന്നിരിക്കുന്നത്. അവർ ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അതിപ്പോ ബ്ലോക്ക് മാറ്റുമ്പോഴാണെന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ടാണെന്നുണ്ടെങ്കിലും അവർ ചിന്തിക്കുന്നത്, യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. നീയാണ് എൻ്റെ സൈഡ് അല്ലെങ്കിൽ എൻ്റെ വശം, ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും റിയലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതേക്കുറിച്ച് ചിന്തിക്കാനായിട്ട് എന്നെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ നിന്റെ അസാന്നിധ്യമാണ് ഞാൻ അത് തിരിച്ചറിയാൻ കാരണമായത് എന്നുള്ള ഒരു കാര്യം അവരിപ്പോ പറയുകയാണ്. എന്ന് വെച്ചാൽ അവർ ചെയ്തു പോയ തെറ്റുകൾ അവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത്, ഒരു ഈഗോയോ സ്വാർത്ഥതയോ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് കിട്ടുന്നത്. റീയൂണിയൻ വന്നിട്ടുണ്ട്. മിസ്ഡ് ഓപ്പർച്യൂണിറ്റി, റണ്ണർ, അണ്ടർസ്റ്റാൻഡിങ്, unsatisfied, space, self love, meant. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഡിസ്ഹോണസ്റ്റി ആണ്. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി
ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് റീയൂണിയൻ തന്നെയാണ്. അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നീ എൻ്റെ ലൈഫിലേക്ക് കടന്നു വരണം എന്നുള്ള കാര്യമാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു കാര്യം ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ്. ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ ആ ഒരു പേഴ്സണ് കൊടുത്തിട്ടും അവർ നിങ്ങളിലേക്ക് വരാത്തതിനെ തുടർന്ന് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു നിങ്ങൾ പറയുന്ന കേൾക്കാനുള്ള ഒരു മനസ്സ് അത് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയതാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോ നിങ്ങൾക്ക് മുന്നിലേക്ക് അവരുടെ ഈഗോയും കാര്യങ്ങളും ഒക്കെ കളഞ്ഞ് എത്താനായിട്ട് ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ അവർക്കിപ്പോ കുറ്റബോധം കാണുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈഗോ അവർക്ക് നിങ്ങളുടെ മുന്നിൽ ഒന്നുമില്ലാതെ ആകുമല്ലോ എന്ന ചിന്ത അവരുടെ മനസ്സിൽ ഇപ്പൊ ഇല്ല. ആ ഒരു കാര്യങ്ങൾ അവർ പൂർണ്ണമായും വിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ചയായ രീതിയിലേക്ക് വരാൻ തന്നെ ആഗ്രഹിക്കുന്നവരാണ്. അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നിങ്ങളുടെ സൈഡ് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് താൻ എന്നുള്ള കാര്യം പറയുകയാണ്. റണ്ണർ ആണ്. ഇനിയും മുന്നോട്ടേക്ക് ഓടി പോവാനായിട്ട് വയ്യ. കാരണം പോയി നിന്ന സ്ഥലം എവിടെയാണെന്നുണ്ടെങ്കിലും അവിടെ unsatisfied ആണ്. ഒട്ടും തന്നെ satisfied അല്ലാത്ത ഒരു situation ആയിരുന്നു. അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു depressed സ്റ്റേജിലാണ് അവിടെ നിൽക്കുന്നത്. സ്വന്തമായിട്ട് ഒരു സ്പേസ് പോലും ലഭിക്കുന്നില്ല. ഒന്ന് കരയാനായിട്ടാണെന്നുണ്ടെങ്കിലും ചിരിക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ യാതൊരുവിധ സ്പേസും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. സെൽഫ് ലവ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും സാധിക്കുന്നില്ല. നിങ്ങളോട് കാണിച്ചിട്ടിരിക്കുന്ന ഈ ഒരു സത്യസന്ധയില്ലായ്മ തന്നെയാണ് അവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു മാനസിക ബുദ്ധിമുട്ടിന്റെ ആ ഒരു കാരണം എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. അതായത് നിങ്ങളെ മാറ്റി നിർത്തി അവര്. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ കട്ട സപ്പോർട്ട് ആയിട്ട് ചിലപ്പോൾ കൂടെ ഉണ്ടായിരുന്നിരിക്കാം. അത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ടാണ് എങ്ങനെ വരാണെന്നുണ്ടെങ്കിലും മെന്റ് ആണ്. I want to fix our connection. എനിക്ക് നീയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എത്രയും വേഗം ഫിക്സ് ചെയ്യുക തന്നെ വേണം. അതിലൂടെ റിലേഷൻഷിപ്പിൽ ആ ഒരു റീയൂണിയൻ കൊണ്ടുവരണം. കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം നിങ്ങളെ കാണുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹിക്കുന്നത്. എന്നുവെച്ചാൽ തുറന്ന് പറയുക. അവരുടെ ഇമോഷൻസ് ഇതാണ്. അവർ മനസ്സിൽ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓരോ സമയത്തും. അത് ഇനി നിങ്ങളോട് ഡയറക്റ്റ് പറയണം. അതാണ് ചിന്തയിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ഈ ഒരു ക്ലൂസ് കൂടെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. ലിയോ സോഡിയക് സൈൻ ആണ്. ഭരണി 1968 വി എറണാകുളം 1986 കൊല്ലം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. പൂരം വിർഗോ എം എന്നൊരു ലെറ്റർ, എച്ച് എന്നൊരു ലെറ്റർ, മകം ജി എന്നൊരു ലെറ്റർ, ലിബ്ര 30 ടോറസ് സോഡിയക് സൈൻ ആണ്. എസ് എന്നൊരു ലെറ്റർ, കണ്ണൂര്, പി എന്നൊരു ലെറ്റർ, എം എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്. ജൂൺ മന്ത് കാലിക്കറ്റ്, ഇടുക്കി ഡിസ്ട്രിക്റ്റ്, ട്രിവാൻഡ്രം 37 മെയ് മന്ത്, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 38 ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.